2026 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങ് ദൂരെ അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലൊക്കെയാണ് കളി നടക്കുന്നതെങ്കിൽ പോലും ആ കളിയുടെ ആവേശം ഇന്ന് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഉൾഗ്രാമങ്ങളിൽ വരെ അതിൻ്റെ ആവേശം അലയലിച്ചുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് കപ്പിനെ കുറിച്ചോ ഫുട്ബോളിനെ കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കടന്നു വരുന്ന ചില രാഷ്ട്രീയങ്ങളുണ്ട്, ചില വിദ്വേഷങ്ങളുണ്ട്. അവയെ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. ഈയിടെ 2 ദിവസങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ഹയർ സെക്കൻഡറി കൂട്ടുകാരുമായിട്ട് അല്പനേരം ഇങ്ങനെ സംവദിക്കാൻ അവസരം ലഭിച്ചപ്പോൾ കളിയിലെ പുതിയ കാലത്തെ ചില അവസ്ഥകളെക്കുറിച്ച് ഞങ്ങളിങ്ങനെ സംസാരിക്കാൻ ഇടവന്നു. അവർക്കൊക്കെ കൃത്യമായ ടീമുണ്ട്. അവർ ഇഷ്ടപ്പെടുന്ന അവർ ഫാൻസുകളായി കൊണ്ടു നടക്കുന്ന ചില ടീമുകളുണ്ട്. അർജൻറ്റീനക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, ബ്രസീലുകാരുണ്ട്. ഇതുവരെ ഒരു ട്രോഫി പോലും നേടാത്ത പോർച്ചുഗലിൽ വരെ ഫാൻസുകളുണ്ട്. ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിൽ ഒരു ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട കറണ്ട് അഫേഴ്സിനെ പറ്റി അവരുടെ ചർച്ചകൾക്കിടയിൽ ഇങ്ങനെ എൻ്റെ ഭാഗത്തു നിന്ന് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ കൃത്യമായൊരു ഉത്തരവൊന്നും അവരുടെ കയ്യിലില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. വേൾഡ് കപ്പിൻ്റെ ആരംഭത്തെക്കുറിച്ചോ ഇനി വേൾഡ് കപ്പ് നടക്കാതിരിക്കുന്നതിനെക്കുറിച്ചോ ഇടയ്ക്കെപ്പോഴൊക്കെയോ വേൾഡ് കപ്പ് നടക്കാതെ പോയതിനെക്കുറിച്ചോ ആ നടക്കാതെ പോയതിൻ്റെ കാരണത്തെക്കുറിച്ചൊന്നും അവരുടെ കയ്യിലില്ല. എന്തിനാ സൂചിപ്പിച്ച് വെച്ചാൽ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ആവേശങ്ങളുണ്ട്, അതൊരു ടീമുണ്ട്, ഗോളടിക്കുന്ന ഗോളിൻ്റെ എണ്ണത്തെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു വേൾഡ് കപ്പിൽ നിന്നൊരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട കാര്യത്തെപ്പറ്റി കൃത്യമായിട്ട് അവബോധം നമ്മുടെ പ്രിയപ്പെട്ട മക്കളിലില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ഈ 2026 വേൾഡ് കപ്പിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത കടന്നു വരുന്നത് 48 രാജ്യങ്ങളാണ് ഈ വേൾഡ് കപ്പിൽ മാറ്റുരയ്ക്കുന്നത്. 48 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ടീമാണ്. കരീബിയൻ കടലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൊച്ചു ദ്വീപ്. ആ കൊച്ചു ദ്വീപായിരുന്നു ഇന്നലെ ജർമ്മനിയേറ്റും കളി നടന്നത്. 7-1 ആ ടീം തോറ്റെങ്കിൽ പോലും ഫിഫ വേൾഡ് കപ്പ് എന്നുള്ള വലിയൊരു കടമ്പയിലേക്ക് അവർക്ക് എങ്ങനെ എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് ഇന്ത്യക്കാരാകുന്ന നമ്മളിങ്ങനെ നാണിച്ച് തല താഴ്ത്തേണ്ട വല്ലാത്തൊരു ഗതികേട് കടന്നു വരുന്നത്. കുറസാവോ എന്നു പേരുള്ള വെറും 1,58,000 മാത്രം ജനസംഖ്യയുള്ള ഒരു കൊച്ചു ദ്വീപാണ് 2026 ഈ വേൾഡ് കപ്പിൽ ജർമ്മനിയുമായിട്ട് മാറ്റുരച്ച്. നമ്മുടെ ജനസംഖ്യയെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ നാണം കടന്നു വരിക. 147 കോടി 66,25,576 ആളുകൾ നിലവിൽ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് പുതിയ കാലം 2026 കണക്ക് പ്രകാരം. 147 കോടി 66,25,576 ആളുകളെന്ന് പറയുമ്പോൾ 1,58,000 അല്ല 1,58,000 മാത്രം ജനസംഖ്യയുള്ള കുറസാവോ എന്നുള്ള ഒരു കൊച്ചു ദ്വീപ് വേൾഡ് കപ്പിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ രാജ്യത്തിൽ നിന്ന് കളിക്കാൻ അറിയുന്ന ഒരു 15 എണ്ണത്തിനെ അങ്ങോട്ട് തള്ളിവിടാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ സങ്കടം എത്രമാത്രമുണ്ട്. പക്ഷെ അതിനേക്കാൾ സങ്കടം എന്നുള്ളത് കളി കാര്യമാകുമ്പോഴാണ്. കളിയായിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്, നല്ല ഭംഗിയാണ്. പക്ഷെ ആ കളിയുടെ സൗന്ദര്യത്തെയും ആ കളിയുടെ ഭംഗിയെയും ആ കളിയിൽ നിന്നുള്ള യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്തേക്ക് പുതിയ കാലത്ത് നമ്മുടെ ഈ വേൾഡ് കപ്പ് പോയി എന്നുള്ളത് അതിലേറെ സങ്കടമാണ്. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ആഫ്രിക്കക്കാരനായ സോമാലിയക്കാരനായ ഒമർ അബ്ദുൽ ഖാദർ എന്ന റഫറി, അദ്ദേഹത്തിലേക്ക് അമേരിക്ക വിസ നിഷേധിച്ചു. കാരണം അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു എന്നുള്ളതാണ്. ആലോചിച്ചോക്ക്, ഒരു കളിയെ മതത്തിലേക്ക് താഴ്ത്തി കെട്ടുമ്പോഴും ഒരു കളിയെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോഴും ഒരു കളിയെ വിദ്വേഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോഴും എങ്ങനെയാണ് ഒരു കളിയെ ആസ്വദിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഫിഫ പുതിയ വന്ന വാർത്ത പ്രകാരം ഫിഫ അദ്ദേഹത്തിൻ്റെ സാലറി നൽകുന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഒരു റഫറിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിക്കുന്ന പണത്തേക്കാൾ അപ്പുറത്ത് ഒരു ഫിഫ വേൾഡ് കപ്പിൽ മാറ്റുരയ്ക്കുന്ന ടീമുകൾക്കിടയിൽ നിന്ന് റഫറി ആവുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക്
അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അമേരിക്ക തഴഞ്ഞു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ആഫ്രിക്ക കണ്ട ഏറ്റവും നല്ല അടിപൊളി റഫർ പേര് ഉമർ അബ്ദുൽ ഖാദർ എന്നായി എന്നുള്ളതാണ്. കളിയുടെ അപ്പുറത്തുള്ള ഒരു കാര്യത്തെപ്പറ്റി, കളിയുടെ രാഷ്ട്രീയത്തെപ്പറ്റി പലപ്പോഴും നമ്മുടെ പുതിയ മക്കൾ അറിയുന്നില്ല എന്നുള്ളത് വല്ലാത്തൊരു സങ്കടം എന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്തത്. കളി നമുക്ക് വേണം, കളി ആസ്വദിക്കണം, വേണമെങ്കിൽ ടീമുകളും ഉണ്ടാവണം. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് കളി കാര്യമാകുന്ന പുതിയ കാലത്ത് അതിനെക്കുറിച്ച് കൂടെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ബോധവാന്മാരാവേണ്ടിയിരിക്കുന്നു എന്നുകൂടെയാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ താല്പര്യം.